കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ ബ്ലഡ് ഷുഗർ BP പരിശോധനയും സംഘടിപ്പിച്ചു. 2024 മാർച്ച് 3 രാവിലെ 8 മണി മുതൽ കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ശ്രീ റോയൽ സിംഗും കൂട്ടരും ഇത്ര നല്ല ഗംഭീരമായ രീതിയിൽ ആർത്തരും അവശരും ആലംബഹീനരുമായ സാധുജനങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇങ്ങനെയൊരു സ്ഥാപനം ഏർപ്പെടുത്തി പ്രവർത്തിച്ചത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ്. ആർത്തരും അവശരും ആലംബഹീനരുമായ സാധുക്കൾ എന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പണ്ടുകൊണ്ട് അവരുടെ വംശം ഒരിക്കലും അറ്റുപോകില്ല. അതാണ് ലോകത്തിൻ്റെ ഘടന. അപ്പോൾ ഈ സാധുക്കളായ ആളുകളെ സംരക്ഷിക്കുവാനുള്ള ഇതുപോലുള്ള സംരംഭങ്ങൾ വളരെ വലുതാണ്. ഈ റോയൽ സിംഗിനെ സഹായിക്കുവാൻ കുറേയേറെ ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് സന്തോഷാവഹമായ കാര്യമാണ്. ഇനിയും കൂടുതൽ ആളുകൾ മുന്നോട്ട് വരട്ടെ. ഈ സ്ഥാപനം നന്നായി വളർന്ന് മുന്നേറട്ടെ. ഇവിടെ ഇപ്പോൾ ഒരു മെഡിക്കൽ ക്യാമ്പ് സൗജന്യമായി നടത്തുവാൻ ഡോക്ടർ ആതിര മുന്നോട്ട് വന്നു. എന്നാൽ ആവുന്ന രൂപത്തിലുള്ള സഹായവും സഹകരണങ്ങളും എപ്പോഴും ഉണ്ടാകും എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധമായ വളർച്ച സാധുക്കളെ സഹായിക്കുവാൻ ആയിരം കൈകൾ മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഒരു പ്രസംഗത്തിൻ്റെ വേദിയല്ല, അവസരമല്ല. എൻ്റെ വാക്കുകൾ നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് ചെയ്യുവാനും നന്മയോടൊപ്പം സഹവസിച്ച് ജീവിക്കാനും സാധ്യതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്യാമ്പ് ഇവിടെ സമുദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമോ വാ. സമുദ്ര ഫോക്ലോർ അക്കാദമി പ്രസിഡന്റ് അജിത് ലാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോട്ടാത്തല ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു. സമുദ്രതീരത്തിനെ സംബന്ധിച്ച് ഏറ്റവും വിശിഷ്ടമായ സന്തോഷമുള്ള ഒരു ദിനമാണ് ഇന്ന്. ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദസ്പർശം ഈ കുടുംബത്തിലുണ്ടായതിൻ്റെ എല്ലാ സന്തോഷവും സ്വാമി സച്ചിദാനന്ദ ഇവിടെ പാദസ്പർശം നടത്തിയപ്പോഴേക്കും നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ്, ഡോക്ടർ ആതിര, ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആശ ടീച്ചർ, ചിറക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുബി പരമേശ്വരൻ, സമുദ്രതീരം പ്രസിഡന്റ് ശരത് ചന്ദ്രൻ പിള്ള, ജയഘോഷ് പട്ടേൽ, ഡോക്ടർ ജയചന്ദ്രൻ, പ്ലാക്കാട് ശ്രീകുമാർ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു. നിങ്ങൾക്കൊക്കെ അറിയാമോ എന്ന് എനിക്കറിയില്ല. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ആത്മീയ ആചാര്യനപ്പുറം സ്വാമിജി നല്ലൊരു വൈദികനും കൂടിയായിരുന്നു. ആയുർവേദം ട്രീറ്റ്മെൻറ്റുകൾ നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ എല്ലാവരിലും ഈ പറയുന്ന പോലെ ജാതീയമായ ചിന്തകൾ ഒരുപാട് പേരിലും ഉണ്ട്. പുറമേ അവരൊന്നും കാണിക്കില്ല. പുറമേ ആരും ഇതൊന്നും ഉള്ളവരായിട്ട് നടിക്കത്തില്ല. പക്ഷേ അവരുടെ ആ ചില പ്രവൃത്തികൾ അല്ലെങ്കിൽ ചില നോട്ടത്തിലൂടെയൊക്കെ നമുക്കത് മനസ്സിലാവും. പക്ഷെ അപ്പോഴും നമ്മളായി മറ്റുള്ളവരോട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതല്ല, നമ്മുടെ സ്വഭാവം കൊണ്ടും നമ്മുടെ പെരുമാറ്റം കൊണ്ടും നമ്മൾ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും. ഈ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. തുടർന്നും ഇതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ അണ്ണൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അത്രയും നമ്മുടെ ഒരു സഹോദര തുല്യനായിട്ടുള്ള റോവൽ സിംഗിന് ഇനിയും ഇതുപോലുള്ള പരിപാടികൾ നടത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കൂടി ഈ ചടങ്ങിൽ ക്ഷണിച്ചതുകൊണ്ട് ഏറെ സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കാരങ്കോട് JSM ഹോസ്പിറ്റൽ, ഡോക്ടർ ആദിരാസ് ആയുർ ഇന്നൊവേഷൻസ് ഇൻ ആയുഷ് ജീവനം ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ ആണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് തുടർ ചികിത്സയിലും പഞ്ചകർമ്മ ചികിത്സയിലും 10% ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. പരവൂർ ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസിയുടെ നേതൃത്വത്തിലാണ് 150 പേർക്ക് സൗജന്യ ബ്ലഡ് ഷുഗർ BP എന്നിവ പരിശോധിച്ചത്. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് പ്രസിഡന്റ് രജീഷാർ നന്ദി പറഞ്ഞു.